കഴിയൂല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനും മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള ബഹുമാനം അല്ലാഹു നൽകിയിരുന്നു. ഖുർആനിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ഉഹീൽ മൗതാ ബിഇദ്നില്ലാഹ്, മരിച്ചവരെ ഞാൻ ഹയാത്താക്കി കാണിച്ചു തരും അള്ളാഹുവിന്റെ അനുവാദപ്രകാരം. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്നും വിശ്വസിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചവരെ മൊത്തല്ല സംസാരിപ്പിച്ചത്. അതേ, തങ്ങൾക്ക് സൽക്കാരം ഊട്ടിയ ജൂതന്മാര് ഖൈബറിൽ വെച്ച് തങ്ങളെ സൽക്കരിച്ചിരുന്നു. ഭക്ഷണം നൽകിയപ്പോ നല്ല മാടിന്റെ മാംസം കഷ്ണമാക്കി ശരിക്ക് വേവിച്ചുകൊണ്ട് ആ മാംസത്തിൽ നല്ല വിഷം കലർത്തിയിട്ടല്ലേ നബി തങ്ങളെ മുന്നിൽ വെച്ചു കൊടുത്തത്. അതിൽ നിന്നൊരു ചെറിയ ഇറച്ചി കഷ്ണം എടുത്തപ്പോഴേക്ക് ആ ഇറച്ചി കഷ്ണം തങ്ങളോട് സംസാരിച്ചു, ഇത് ഭക്ഷിക്കരുത് നബിയേ, ഇതിൽ വിഷം പുരട്ടിയിട്ടുണ്ട്. മൊത്തം മരിച്ചുപോയ ഒരു ജീവിയെ മൊത്തം മുന്നിൽ കിട്ടണ്ട, അതേ കഷ്ണങ്ങളാക്കി മുറിച്ച് അത് വേവിച്ച് രൂപഭാവങ്ങളൊക്കെ മാറിയ ശേഷവും അത് സംസാരിക്കാനുള്ള കഴിവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യങ്ങ് തൊട്ടപ്പോ മാംസം സംസാരിച്ചു പോയി. ഇത് ഭക്ഷിക്കരുത്, ഇതിൽ നിന്ന് ഒന്നും എടുത്ത് ഭക്ഷിക്കരുത്. തങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങി എന്ന നിലക്ക് സഹാബിമാരിൽ പലരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് തങ്ങൾ അവരോട് പറഞ്ഞു, ആരും ഭക്ഷണം കഴിക്കരുത്, വായിൽ വെച്ചത് തുപ്പിക്കളയണം. ഒരു സഹാബി ബഹുമാനപ്പെട്ട ബിശ്ർ റളിയല്ലാഹു അൻഹു അതേ ഒരു കഷ്ണം തായോട്ടിറക്കി. വിഷത്തിന്റെ കടുപ്പം കൊണ്ട് മഹാനവറുകൾ ഉടനെ തന്നെ മരണപ്പെട്ടു പോയി. ആ വിഷം പുരട്ടിയ ഭക്ഷണം പാചകം ചെയ്ത പെണ്ണിനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു വരുത്തി. ആ പെണ്ണിനോട് ചോദിച്ചു, പെണ്ണേ, നീയല്ലേ ഇത് പാചകം ചെയ്തത്? അതെ. എന്തിനാണ് ഈ മാംസത്തിൽ നീ വിഷം പുരട്ടിയത്? ആ പെണ്ണ് പറഞ്ഞു, ജൂതന്മാര് പഠിപ്പിച്ച മറുപടി, ഫൈൻ കുന്ത നബിയൻ ലാ യളുറുക, നിങ്ങൾ നബിയാണെങ്കിൽ നിങ്ങൾക്ക് വിഷം ഏൽക്കൂലെന്ന് എനിക്കറിയാം. വൈൻ കുന്ത റജുലൻ മുതഖവ്വിലൻ ഫയസ്തരീഹിൻ നാസു മിൻക, നിങ്ങൾ ജനങ്ങളെ വാക്സാമർത്ഥ്യം കൊണ്ട് പിടിച്ചു നിർത്തുന്ന ആളാണെങ്കിൽ നിങ്ങൾ അങ്ങ് പോയാൽ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ എന്ന് കരുതിയാണ്. അതൊരു ഉപായത്തിന്റെ മറുപടിയാണ്, ഒരു തട്ടിപ്പിന്റെ മറുപടി അപ്പൊ പറഞ്ഞു ഒപ്പിച്ചതാണ്. അതേ സമയത്ത് സഹോദരങ്ങളെ, ആ സ്വഹാബി മരണപ്പെട്ടു പോയതിന്റെ പേരിൽ ആ പെണ്ണിന് ഖിസാസ് നൽകി. വിഷം പുരട്ടിയതിന്റെ പേരിലല്ല, ഒരാളങ്ങനെ മരണപ്പെട്ടു പോയല്ലോ, അതിന് പകരമായിട്ട് വധശിക്ഷ നൽകിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മുന്നിൽ സംസാരിച്ചത്